എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ലാസ്റ്റ് ഇയറിലും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ബ്ലർബ്. അപ്പൊ എങ്ങനെയാണ് ബ്ലർബ് എഴുതുക? എന്തൊക്കെയാണ് ബ്ലർബിൽ നമ്മൾ ഓർത്തു വെക്കേണ്ട കാര്യങ്ങൾ? ബ്ലർബ് ആക്ച്വലി നമുക്ക് രണ്ട് രീതിയിൽ എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ എത്ര ഡീറ്റെയിൽസ് എങ്ങനെയാണ് നിങ്ങൾക്ക് അറിയുന്നത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ ബ്ലർബും എഴുതുക. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ നമ്മുടെ ഒരു ചാപ്റ്ററിൽ നിന്നാണ് ബ്ലർബ് വരുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ അതിൽ നിങ്ങൾക്ക് കോഡ്സ് അറിയാം, ആ ഒരു റൈറ്ററിന്റെ വേറെ വർക്ക്സ് ഒക്കെ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ബ്ലർബ് എഴുതാൻ പറ്റും. ബ്ലർബ് എഴുതുമ്പോൾ ആദ്യം ഓർക്കേണ്ട കാര്യം, നമ്മൾ ബോക്സ് വരച്ചു കഴിഞ്ഞിട്ട് ഫസ്റ്റ് കൊടുക്കുന്ന തന്നെ നമ്മുടെ വർക്കിന്റെ നെയിം ആണ്. ഓക്കെ, ഇപ്പം ദി അവർ ഓഫ് ട്രൂത്ത് ആണ് ലാസ്റ്റ് ഇയർ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ ദി അവർ ഓഫ് ട്രൂത്ത് എന്ത് ചെയ്തു? അതിന്റെ ടൈറ്റിൽ ആയിട്ട് കൊടുത്തു. നേരെ താഴെ ആരുടെ പേര് കൊടുത്തു? പെർസിവൽ വൈൽഡിന്റെ വർക്ക് ആണ് അല്ലെ. അപ്പൊ നമ്മൾ ഓത്തറിന്റെ പേര് കൊടുത്തു. എന്നിട്ട് ആ ക്വസ്റ്റ്യനിൽ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ തീം അവിടെ മെൻഷൻ ചെയ്യണം എന്നുള്ളത്. അപ്പൊ നമ്മൾ പറഞ്ഞു വെച്ചാൽ ഇൻട്രസ്റ്റിംഗ് വൺ ആക്ട് പ്ലേ ബൈ പെർസിവൽ വൈൽഡ് ഹൈലൈറ്റ്സ് ഇൻ ദ കോൺഫ്ലിക്ട് ബിറ്റ്വീൻ മൊറാലിറ്റി ആൻഡ് മണി ആൻഡ് മൊറാലിറ്റി തമ്മിലുള്ള കോൺഫ്ലിക്ട് അതിൽ കാണിക്കുന്നുണ്ട്. The combination of family reaction builds emotional drama and brings out a perfect criticism of society. അപ്പൊ അതിൽ ഫാമിലി റിയാക്ഷൻസിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ തന്നെ എന്ത് പറഞ്ഞു? ആ ഫാമിലി റിയാക്ഷൻ കാരണം അവിടെ ഒരു ഇമോഷണൽ ഡ്രാമ ക്രിയേറ്റ് ആവുന്നുണ്ട് അല്ലെ. അത് മാത്രമല്ല അതിലൂടെ സൊസൈറ്റിയുടെ ഒരു നല്ല ക്രിറ്റിസിസം, ഇതൊക്കെ നമ്മുടെ എഡിഷൻ ആണ് കേട്ടോ. സൊസൈറ്റിന്റെ ഒരു ക്രിറ്റിസിസം നമുക്ക് അവിടെ കാണാൻ പറ്റും. ദ വർക്ക് ഇസ് ഇൻ 15 പേജസ്, ഒരു 15 പേജസ് വർക്ക് ആണിത്. ആൻഡ് ഇറ്റ് ഹോൾഡ്സ് ഓൺ ടു ദ വാല്യൂസ് ആൻഡ് കം അക്രോസ് മോറലി റൈറ്റ്. അപ്പൊ ഈ ഒരു വർക്ക് എന്ന് പറഞ്ഞാൽ ഒരുപാട് വാല്യൂസിനെ ഹോൾഡ് ഓൺ ചെയ്യുന്ന ഒരു വർക്കാണ്. ആൻഡ് മോറലി റൈറ്റ് എന്താണോ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വർക്കാണ്. കാരണം ട്രൂത്ത് ആണ് അവിടെ അവസാനം ജയിക്കുന്നത്. ഓക്കെ, എന്നിട്ട് ഇപ്പൊ പെർസിവൽ വൈൽഡിന്റെ ഒരു കോട്ട്, ഇപ്പൊ നമുക്ക് ആ ഒരു ടെക്സ്റ്റ് തന്നെ നമ്മൾ കൊടുത്തൊരു കോട്ടാണ് എന്ത്? ഓൾ ഓഫ് മൈ പാസ്റ്റ് വുഡ് റൈസ് അപ്പ് ആൻഡ് സ്ട്രൈക്ക് മീ ഇൻ ദ ഫേസ്. I would mean to the world that for years I have been living a lie, that I was not the honorable man I thought I was എന്നൊക്കെ പറഞ്ഞിട്ട് അതിലുള്ള ഒരു ക്യാരക്ടറിന്റെ ഒരു വിഷമം പറയുന്ന ഒരു കോട്ടാണ് അല്ലെ. അപ്പൊ അത് പെർസിവൽ വൈൽഡിന്റെ കോട്ടാന്ന് പറഞ്ഞു കൊടുത്തു. അദ്ദേഹത്തിന്റെ മേജർ അതർ വർക്ക്സ് ഏതൊക്കെയാണ്? ദ നോബൽ ലോർഡ്, ദ ട്രേറ്റർ, ഹൗസ് ഓഫ് കാർഡ്സ്, പ്ലേയിങ് വിത്ത് ഫയർ ഒക്കെ അദ്ദേഹത്തിന്റെ മേജർ വർക്ക്സ് ആണെന്ന് പറഞ്ഞു കൊടുക്കാം. ഇനി അതല്ല, അത്ര ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾക്ക് അറിയാവുന്ന ഡീറ്റെയിൽസ് കുറച്ച് ലിമിറ്റഡ് ആണ് എങ്കിൽ നമുക്ക് ഇങ്ങനെ ബ്ലർബ് എഴുതാൻ പറ്റും. അഗൈൻ ഇവിടെ ഇപ്പൊ നമ്മൾ നോർവീജിയൻ വുഡ് എന്നുള്ള വർക്കിനാണ് കൊടുത്തിട്ടുള്ളത്. എഴുതിയതാണ് ഹറുക്കി മുറാകാമിയാണ്. ഓക്കെ, അപ്പൊ ആ ഡീറ്റെയിൽ കൊടുത്തു ബോക്സിന്റെ അകത്ത്. ആൻഡ് ദെൻ നമ്മൾ എന്ത് പറഞ്ഞു? ബെസ്റ്റ് സെല്ലർ വർക്ക് ആണ്, ജാപ്പനീസ് റൈറ്ററിന്റെ വർക്ക് ആണ്. റൈറ്ററിന്റെ പേര് മുറാകാമി എന്നാണ്. ഫസ്റ്റ് പബ്ലിഷ് ചെയ്തത് 1987 ജാപ്പനീസിലാണ് എഴുതിയിട്ടുള്ളത്. പല ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കമ്മിങ് ഓഫ് ഏജ് സ്റ്റോറിയാണ്. ഏത് ടൈപ്പ് സ്റ്റോറിയാണെന്നുള്ള പറയാം, ഇതൊരു കമ്മിങ് ഓഫ് ഏജ് സ്റ്റോറിയാണ്. എന്നിട്ട് നമ്മൾ ആ പാരഗ്രാഫിൽ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് ഉണ്ടല്ലോ, നമ്മളൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് താഴെ അതേപോലെ എടുത്തെഴുതും. ഓക്കെ, ഓത്തർ ഇയാളാണ്, പബ്ലിഷ് ചെയ്ത ഇയർ ഇതാണ്, നമ്പർ ഓഫ് പേജസ് ഇത്രയുണ്ട്, ജോൺറ ഇതാണ്, ആൻഡ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ജാപ്പനീസ് ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ മുകളിൽ എഴുതിയ കാര്യങ്ങൾ തന്നെ നമ്മൾ എന്താവും ഒന്ന് വൃത്തിക്ക് കണ്ടോട്ടെ എന്ന് വെച്ചിട്ട് മാറ്റി എഴുതും. ചില സമയത്ത് നിങ്ങൾക്ക് കുറെ ഹിൻസ് തരും ആ ബുക്കിനെ പറ്റിയിട്ട്. അങ്ങനെ ഹിൻസ് തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് എഴുതാൻ പറ്റും, കാരണം എല്ലാ ഡീറ്റെയിൽസും അതിൽ തന്നിട്ടുണ്ടാവും. ഇനി അതല്ല ആ ഒരു റൈറ്ററിന്റെ കോട്ടാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്, അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ചിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആ ഒരു റൈറ്ററിന്റെ കോട്ട് ഉണ്ടെങ്കിൽ അതോടെ ഇതിലേക്ക് ആഡ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കാം. ഓക്കെ, സോ ഇതാണ് ബ്ലർബ്. അപ്പം ബ്ലർബ് അല്ലാണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഡിസ്കോഴ്സസ് വരുന്നുണ്ട് അല്ലെ. അപ്പൊ ആ ഡിസ്കോഴ്സസ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് 19 തീയതി വൈകിട്ട് 7 മണിക്ക് ഞാനും റിനേഷ് സാറും വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും കറക്റ്റ് ടൈം ആവുമ്പോൾ നമ്മുടെ ചാനലിൽ ഉണ്ടാവുക. നമുക്ക് ഈ ഓണം എക്സാമിന് ഇംഗ്ലീഷിൽ എന്തായാലും നിങ്ങൾക്ക് ഫുൾ മാർക്സ് വാങ്ങാം.